കർണാടകയിലെ ചിക്കമംഗളൂർ ജില്ലയിലെ കലസ താലൂക്കിലെ ഒരു ഗ്രാമമാണ് സംസെ. അവിടെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട്. അതാണ് സംസെ മഹാഗണപതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ യാത്ര. സ്വാഗതം. വിജയനഗര രാജാക്കന്മാർ 14-16 നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മലനിരകൾ, അതിന് നടുവിലായിട്ട് തേയിലത്തോട്ടങ്ങൾ, അതിനും നടുവിലായിട്ടാണ് ഈ ഒരു മനോഹര ക്ഷേത്രം നിലകൊള്ളുന്നത്. ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ കൊത്തുപണികൾ തന്നെയാണ്. അതായത് ദ്രാവിഡ ശൈലിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കുവാനായിട്ട് ധാരാളം ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് കടന്നു വരുന്നുണ്ട്. പ്രകൃതി ഭംഗി തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രം ഏതൊരു സഞ്ചാരികളെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ഒരു ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ്. അതായത് പ്രശസ്തമായ ദിയ എന്ന മൂവി, ലവ് മോക്ടെയിൽ എന്ന് പറഞ്ഞ സിനിമ, ഈ സിനിമയെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ഈ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന സംസയ മഹാഗണപതി ക്ഷേത്രത്തിലെ കാഴ്ചകൾ. പ്രകൃതിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ക്ഷേത്രം കൂടിയാണ് സംസയ മഹാഗണപതി ക്ഷേത്രം. കാരണം മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ, പച്ചപ്പുകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രം ഏതൊരു വ്യക്തിയെയും ഇങ്ങോട്ടേക്ക് ആകർഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സംസയ മഹാഗണപതി ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. പുതിയൊരു യാത്രാവിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.